we simplify learning. ഹലോ ഫ്രണ്ട്സ്, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 4 വീഡിയോ വരെ കുറേ അധികം കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഇനി ഇത്തരം കോൺസെപ്റ്റ് എവിടെ യൂസ് ചെയ്യും എന്നറിയണമെങ്കിൽ അത്തരം കോൺസെപ്റ്റ് വരുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെവൽ 1 MCQs ആണ്. അതായത് ബേസിക് ലെവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ അഡ്വാൻസ് ലെവലിലേക്ക് പോകും. സോ നമ്മുടെ ഫസ്റ്റ് DPP സെക്ഷൻ ആണ് ഇത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A uniform electric field and a uniform magnetic field are produced, pointed in same direction. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുപോലെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡുകൾ എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രോൺ, ശ്രദ്ധിക്കണം, ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. നമുക്കറിയാം, നെഗറ്റീവ് ചാർജ് കണ്ടു കഴിഞ്ഞാൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല, ഓപ്പോസിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ആൻഡ് ഇലക്ട്രോൺ is projected with its velocity pointing in the same direction. So velocity of electron എങ്ങനെയാണ്? ഈ ചാർജിന്റെ വെലോസിറ്റിയും സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടെ ബിയും ബി നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുകയില്ല. എന്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സോ എ പാർട്ടാണ് ഇലക്ട്രോൺ വിൽ ടേൺ ടു ഇറ്റ്സ് റൈറ്റ്. ഇലക്ട്രോൺ റൈറ്റിലേക്ക് ടേൺ ചെയ്യും. ബി പാർട്ടാണ് ഇലക്ട്രോൺ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും. അതുപോലെ സി പാർട്ടാണ് ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഡി പാർട്ടാണ് ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. സോ ഇതിൽ ഏതാണ് ശരിയായ ആൻസർ? നമുക്കറിയാം ഇവിടെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? QVB sin തീറ്റ. തീറ്റന്റെ വാല്യൂ 0 ഡിഗ്രി ആയതുകൊണ്ട് sin 0 എന്ന് പറഞ്ഞാൽ 0 ആകും. സോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുകയുള്ളൂ. അതിന്റെ ഇക്വേഷൻ എന്താണ്? QE ആണ്. ശ്രദ്ധിക്കണം, ഇവിടെയാണെങ്കിൽ Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. ആ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ പറയും -Q അല്ലെങ്കിൽ -E. സോ ഇലക്ട്രിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു -E ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഈ വെലോസിറ്റിയെ ഈ ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുകയാണോ അല്ല ഒപ്പോസ് ചെയ്യുകയാണോ? നമുക്കറിയാം വെലോസിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. ഈ വെലോസിറ്റിയെ നമ്മുടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തടയുകയാണ് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് ഓടാൻ നോക്കുകയാണ്, മുന്നേക്ക് ഓടാൻ നോക്കുകയാണ്. മുന്നേക്ക് ഓടുമ്പോൾ ഒരാൾ നിങ്ങളെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കൂടുമോ കുറയുമോ? നിങ്ങളുടെ സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണ് ചെയ്യുന്നത്. സോ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ് ആണോ? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ഡിക്രീസ് ആണോ? നമുക്കറിയാം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ഡിക്രീസ് ആണ് ഇവിടെ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? വെലോസിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് എങ്കിൽ എന്ത് മനസ്സിലാക്കും നിങ്ങൾ? ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഫോഴ്സ് റിട്ടാർഡിങ് ഫോഴ്സ് ആണ്, നമ്മുടെ വെലോസിറ്റിയെ പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ഫോഴ്സ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് Q and mass m is moving along the x-axis with a velocity v and enters a region of electric field E and magnetic field B are shown in figures below. സോ ഇവിടെയാണെങ്കിൽ കുറേ ഫിഗേഴ്സ് ഉണ്ട്. ഈ ഫിഗേഴ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കോമ്പിനേഷനിലേക്ക് ഒരു ചാർജ് ഓടി കയറാൻ പോവുകയാണ്. സോ ഈ ചാർജ് ഓടി ഈ ഒരു ഫീൽഡിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ വിച്ച് ഫിഗർ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ് മേ ബി 0? ഏത് ഫിഗറിലായിരിക്കും നെറ്റ് ഫോഴ്സ് 0 ആകാൻ സാധ്യതയുള്ളത്? സോ 0 ആകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വേണം. ഇലക്ട്രിക് ഫോഴ്സും അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ആകുകയുള്ളൂ. നമുക്ക് നോക്കാം, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണോ ഓരോ ഫിഗേഴ്സിലാണ്? നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. സോ നമുക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതുപോലെ അപ്ലൈ ചെയ്യാം. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ്, വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഞാൻ ഈ ഫിഗർ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. വെലോസിറ്റി ഇങ്ങനെയാണ്, ഇതാണ് വി വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അത് ഇങ്ങോട്ടാണ്. നമുക്ക് ആക്സിസിനെ വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇത് വൈ ആക്സിസ് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിസിലാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് എങ്ങനെ ആക്സിലായിരിക്കും? ഫോഴ്സ് ഇസഡ് ആക്സിലായിരിക്കും. സോ ഇസഡ് ആക്സിലായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ആ ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ആക്സിസിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ആക്സിസിലാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്. എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അതിന് സെയിം ഡയറക്ഷനിലായിരിക്കും, ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ആരും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും.
സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും സെയിം ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് അവ ക്യാൻസൽ ആയി പോകുകയില്ല. സോ ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ക്യാൻസൽ ആവാൻ സാധ്യതയില്ല. സോ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആകാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ഇവിടെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, വെലോസിറ്റി ഇങ്ങനെയാണ്. ഇനിയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. ഇനി നമുക്ക് നോക്കാം മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്കാണോ അല്ലയോ നോക്കാം. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങോട്ടാണ്, അതായത് ഇസഡ് ആക്സിസ് ആണ്. സോ ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? നമുക്കറിയാം ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ മിഡിൽ ഫിംഗർ, ഇവിടെയാണെങ്കിൽ ഫോർ ഫിംഗർ. സോ നിങ്ങളുടെ തമ്പ് എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും? താഴേക്ക് പ്രൊജക്ട് ചെയ്യും. സോ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. നോക്ക്, ഈ കണ്ടീഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ് എങ്കിൽ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആകാൻ സാധ്യതയുണ്ട് ഈ കേസിൽ. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾ സി പാർട്ട് നോക്കുകയാണെങ്കിൽ നോക്കാൻ പറ്റും. സി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്, ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇസഡ് ആക്സിസിലേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ആക്സിലും ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലും ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഇതുപോലെ ആക്ട് ചെയ്യും. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യും. കാരണം ഇലക്ട്രിക് ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്കായിരിക്കും. സോ ഇവിടെ ഒപ്പോസ് നടക്കും. പക്ഷേ ഇവിടെ വേറൊന്നുണ്ട്, മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലം വീണ്ടും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത് ക്യാൻസലായി പോകും. പക്ഷേ വീണ്ടും ഫോഴ്സ് ആക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നെറ്റ് ഫോഴ്സ് ഇവിടെ 0 ആകുകയില്ല. ഇനി ഇവിടെയാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലാണ്. അങ്ങനെയെങ്കിൽ ആ പാരലായ മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് ചാർജ് കയറുന്നത്. അതുകൊണ്ട് വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ് ഇവിടെ. സോ ഇവിടെ 0 ഡിഗ്രിയാണ്. വിയും ബിയും തമ്മിലുണ്ടാകുന്ന ആംഗിൾ 0 ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുകയില്ല. എന്ത് മാത്രമേ കാണുകയുള്ളൂ? ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സിനെ ക്യാൻസൽ ആക്കാൻ ആരും തന്നെ ഇല്ല. സോ ഈ കേസിലും നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആകുകയില്ല. സോ ഒരൊറ്റ കേസിൽ മാത്രമേ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആകാൻ സാധ്യതയുള്ളൂ. അത് ബി കേസിലാണ്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനും തൊട്ടു മുന്നേ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. An uniform magnetic field B and a uniform electric field E acting in a common region. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ ഈ 4 ഫിഗേഴ്സ് ഉണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺ, ശ്രദ്ധിക്കണം, ഇവിടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഈസ് എൻ്ററിങ് ദിസ് റീജിയൻ ഓഫ് സ്പേസ്. സോ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കയറാൻ പോവുകയാണ്. വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. സോ വെലോസിറ്റി ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. The correct arrangement for it to escape undeviated is. സോ ഇവിടെ ഇലക്ട്രോൺ ആണെങ്കിൽ എസ്കേപ്പ് ചെയ്യണം, ഡീവിയേഷൻ കൂടാതെ, ഡിഫ്ലക്ഷൻ കൂടാതെ കടന്നു പോകണം. അതായത് നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എവിടെയാണ് 0 ആകുന്നതാണ് ക്വസ്റ്റ്യൻ. ഡീവിയേഷൻ വേണ്ടെങ്കിൽ, ഇപ്പോൾ യാതൊരു ഡീവിയേഷൻ കൂടാതെ കടന്നു പോകണമെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആകണം. സോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എവിടെയാണ് 0 ആകാൻ സാധ്യതയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ നോക്കുക. സോ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകാൻ സാധ്യതയില്ല. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ അറ്റ്ലീസ്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയത്തുള്ളൂ ആ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകുമെന്ന്. നമുക്ക് നോക്കാം ഇവിടെ 0 ആകുമോ ഇല്ലയോ എന്ന്. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യും. സോ ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? അതിന് നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുമോ ഇല്ലോ നോക്കാം നമുക്ക്. ഇത് നെഗറ്റീവ് ചാർജ് ആണ്. നമുക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്. വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷനിലാണ്. ഫീൽഡ് എന്ന് പറഞ്ഞത് മുകളിലേക്കാണ്. ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ട് വരണം? ഫോഴ്സ് ഇങ്ങോട്ട് വരണം. സോ ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട് വരണം. നിങ്ങളുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ നോക്ക്. നിങ്ങളുടെ ഫിംഗേഴ്സിനകത്ത് വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ട് പോട്ടെ, അതായത് മിഡിൽ ഫിംഗർ ഇങ്ങോട്ട്, ഫോർ ഫിംഗർ ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. പക്ഷേ ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറയണം. സോ ഫോഴ്സ് ഇങ്ങോട്ടാണ്, മൈനസ് ഇസഡ് ആക്സിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. മൈനസ് ഇസഡ് ആക്സിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് ക്യാൻസൽ ആകാൻ സാധ്യതയില്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവാൻ സാധ്യതയില്ല. സോ ഇതല്ല കറക്റ്റ് ആൻസർ. നമുക്ക് ഇത് നോക്കാം. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങോട്ടാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കാം. സോ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്. വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്. സോ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ പിടിക്കുന്നു, ഫോർ ഫിംഗർ ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ പിടിക്കുന്നു. ഫോർ ഫിംഗർ ഇങ്ങനെയെങ്കിൽ തമ്പ് എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും? തമ്പ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് പറയണം.
സോ ഇവിടെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ക്യാൻസൽ ആകാൻ യാതൊരു സാധ്യതയുമില്ല. സോ ഇതുമല്ല കറക്റ്റ് ആൻസർ. ഇനി ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിലാണെങ്കിൽ വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്, വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കായതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അത് താഴേക്കായിരിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് താഴേക്കാണ്. സോ വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടാണ്. നമുക്ക് നോക്കാം മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. സോ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഈ ഡയറക്ഷനിലും ഫോർ ഫിംഗർ ഈ ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്പ് എന്ത് ചെയ്യും? തമ്പ് ഈ ഡയറക്ഷൻ കാണിക്കും. ഈ ഡയറക്ഷൻ കാണിക്കുന്നെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വേണം നിങ്ങൾ കണക്കാക്കാൻ. കാരണം എന്താണ്? ഇത് നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. നമുക്ക് ഈ കേസിലാണെങ്കിൽ ആരും ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത് ഈക്വൽ ആണെങ്കിൽ അത് ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സി ആണ് കറക്റ്റ് ആൻസർ. സോ ആൻസർ അതാണ്, സി ആണ്. നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ വെരി ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരീസ് എ കറണ്ട് ഐ. ഇവിടെയാണെങ്കിൽ ഒരു വലിയ നീളമുള്ള വയറുണ്ട്, അതിലൂടെ ഐ എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്. അറ്റ് ദ ഇൻസ്റ്റന്റ്, ഈ നിമിഷത്ത്, ഈ ഒരു മൊമെൻറ്റിൽ, വെൻ എ ചാർജ് ക്യൂ പ്ലസ് ക്യൂ അറ്റ് എ പോയിന്റ് പി ഹാസ് എ വെലോസിറ്റി വി. ഈ സമയത്ത് പി എന്ന പോയിന്റിൽ ക്യൂ എന്നൊരു ചാർജ് ഉണ്ടായിരുന്നു. ഈ ചാർജിന് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, അതാണ് വി എന്ന് പറയുന്ന വെലോസിറ്റി. as shown, അതെല്ലാം തന്നിട്ടുണ്ട്. ദ ഫോഴ്സ് ഓൺ ദ ചാർജീസ്, ഈ ചാർജിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? നമുക്കറിയാം ഈ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സോ ഇതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞ് ഇങ്ങനെയാണ്, കറണ്ട് എങ്ങോട്ടാണോ പോകുന്നത് അതിന് സെയിം ഡയറക്ഷൻ നിങ്ങൾ തമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് നിങ്ങൾ എങ്ങനെയാണോ മടക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ പി എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. വെലോസിറ്റി ഇവിടെ ക്യൂവിൻ്റെ ചാർജിൽ വെലോസിറ്റി ഇങ്ങോട്ടാണ്. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അങ്ങനെ നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഇങ്ങോട്ട് പിടിക്കുക. സോ ലെഫ്റ്റ് ഹാൻഡിൻ്റെ മിഡിൽ ഫിംഗർ ഇങ്ങോട്ട് പിടിക്കുക. നമ്മുടെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കാണിക്കും, അത് ഇങ്ങോട്ട് പിടിക്കുക, അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അങ്ങനെയെങ്കിൽ തമ്പ് എന്ത് കാണിക്കും? തമ്പ് മുകളിലേക്ക് കാണിക്കും, അതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ്? മുകളിലേക്കാണ്, അതായത് എലോങ് ഓ വൈ ആണ്. സോ എലോങ് ഓ വൈ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓ വൈയിലേക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ദേ എൻറ്റർ എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർലി. നമുക്കറിയാം ഇത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ടാകും. സോ ഈ രണ്ട് ചാർജും യൂണിഫോം സർക്കുലർ മോഷനിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങും. ദെൻ ഇനി ഏതാണ് ശരിയായ ഓപ്ഷൻ? ബോത്ത് വിൽ ഫോളോ സർക്കുലർ പാത്ത്. ഉറപ്പായിട്ടും രണ്ടുപേരും എന്ത് കാണിക്കും? സർക്കുലർ പാത്ത് കാണിക്കും. വിത്ത് സെയിം റേഡിയസ്. നമുക്ക് ചെക്ക് ചെയ്യാം സെയിം റേഡിയസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താണ്? സർക്കുലർ മോഷൻ കാണിക്കുമ്പോൾ ചാർജ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. ഈ സർക്കുലർ മോഷൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ് mv/qb. നമുക്കാണെങ്കിൽ ഈ എം വിക്ക് പകരം നമ്മൾ നേരത്തെ പഠിച്ചു പി എന്ന് പറയാം, മൊമെൻറ്റം qb. നമുക്ക് ഈ മൊമെൻറ്റത്തിനെ കൈനറ്റിക് എനർജി ടേംസിൽ പറയാം, കാരണം ക്വസ്റ്റനിൽ ഈക്വൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ടേംസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ ആർ വിച്ച് ഈസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഈ എക്സ്പ്രഷനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, /qb. സോ ഇവിടെയാണെങ്കിൽ സെയിം റേഡിയസ് വേണമെങ്കിൽ ഈ മാസ് അതുപോലെ ചാർജ് ബി എല്ലാം സെയിം ആയിരിക്കണം, കൈനറ്റിക് എനർജി എല്ലാം സെയിം ആയിരിക്കണം. സോ കൈനറ്റിക് എനർജി സെയിം ആണ് തന്നിട്ടുണ്ട്. അതുപോലെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ബിയും കോൺസ്റ്റൻ്റ് ആണ്. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂം സെയിം ആണ്, കാരണം പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷേ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയാണ്. പക്ഷേ ആര് സെയിം അല്ല? മാസ് സെയിം അല്ല. പ്രോട്ടോണിൻ്റെ മാസ് വളരെ കൂടുതലാണ്, മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. സോ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് വലുതും മാസ് ഓഫ് ഇലക്ട്രോൺ ചെറുതുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം റേഡിയസ് ഓഫ് പ്രോട്ടോൺ വലുതും റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ചെറുതുമായിരിക്കും. സോ ഇത് സെയിം റേഡിയസിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ സെയിം റേഡിയസ് ആണോ? തെറ്റ്, ഇത് സെയിം റേഡിയസ് അല്ല. ബോത്ത് വിൽ ഫോളോ ഹെലിക്കൽ പാത്ത്. ഇത് ഹെലിക്കൽ പാത്താണോ ഫോളോ ചെയ്യുന്നത്? അല്ല, സർക്കുലർ പാത്താണ്. ബോത്ത് വിൽ ഫോളോ പാരാബോളിക് പാത്ത്. ഇത് പാരാബോളിക് പാത്താണോ? അതും തെറ്റാണ്.
സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫോൾസ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതാണ് തെറ്റാണ്. ഇതാണ് ശരിയായ ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. A potential difference of 600 volt is applied across the plates of a parallel plate capacitor. So ഒരു parallel plate capacitor ഉണ്ട്. ഒരു പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ്, മറ്റൊരു പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു parallel plate capacitor ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 600 വോൾട്ട്. പ്ലേറ്റ്സ് ബീങ് സെപ്പറേറ്റഡ് ബൈ 3 mm. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലമാണ് എത്രയും 3 mm. ശ്രദ്ധിക്കണം, നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക്കിൻ്റെ വാല്യൂ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E which is equal to V divided by D ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ പിടിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 600 വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ D എന്ന് പറഞ്ഞാൽ 3 mm ആണ്. സോ 3 × 10⁻³ മീറ്റർ ആണ്. നമുക്ക് 600നെ 6 × 10⁻² എന്ന് പറയാം. ഡിവൈഡ് ബൈ 3 × 10⁻³ വെട്ടിപ്പോകുമ്പോൾ 2 കിട്ടും. ഇവിടെയാണെങ്കിൽ ഇത് മുകളിൽ വരുമ്പോൾ 2 × 10⁵ വോൾട്ട് പെർ മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താണ് പറയുന്നത്? ആൻ ഇലക്ട്രോൺ, ശ്രദ്ധിക്കണം, നെഗറ്റീവ് ചാർജ് ആണ്, ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി പാരലൽ ടു ദ പ്ലേറ്റ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 2 × 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റിൻ്റെ വാല്യൂ ആണ് 2 × 10⁻6 മീറ്റർ പെർ സെക്കൻഡ്. മൂവ്സ് അൺഇലക്റ്റഡ് ബിക്കം ദ പ്ലേറ്റഡ്. സോ ഇവിടെ പ്ലേറ്റുകൾക്കാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഒന്നും കൂടാതെ നമ്മുടെ ഇലക്ട്രോൺ ഇങ്ങനെ കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കണം, ഡിഫ്ലക്ഷൻ ഒന്നും കൂടാതെ കടന്നു പോകണമെങ്കിൽ എറിയേണ്ട വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ E ഡിവൈഡ് ബൈ V ആയിരിക്കണം. നമ്മളിത് വെലോസിറ്റി സെലക്ടറിൽ പഠിച്ചതാണ്. ഒരു ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കോമ്പിനേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കോമ്പിനേഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിന് അൺഡിഫ്ലക്റ്റഡ് കടന്നു പോകണമെങ്കിലുള്ള മിനിമം വെലോസിറ്റിയുടെ വാല്യൂ ആണ് V which is equal to E by V. The magnitude of the magnetic field ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. The magnitude of the magnetic field in the region between the condenser plate is. So Bൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ Bൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. B which is equal to E divided by V ആണ്. V എന്താണ്? വെലോസിറ്റി ആണ്. which is equal to Eൻ്റെ വാല്യൂ നമുക്കറിയാം 2 × 10⁵. നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി V എത്രയാണ്? തന്നിട്ടുണ്ട്. 2 × 10⁻6 ആണ്. സോ 2 × 2 ക്യാൻസലായി. ഇത് മുകളിൽ വരുമ്പോൾ നമുക്ക് കിട്ടും 10⁻⁻1 ടെസ്ല, അതായത് 0.1 ടെസ്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫ പാർട്ടിക്കിൾ എൻ്റർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ വിത്ത് ദ സെയിം സ്പീഡ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, രണ്ടിൻ്റെയും സ്പീഡ് സെയിം ആണ്. അതാണെങ്കിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇഫ് പ്രോട്ടോൺ ടേക്സ് 25 മൈക്രോസെക്കൻഡ് ഇറ്റ് ടു മേക്ക് 5 റെവല്യൂഷൻസ്. സോ പ്രോട്ടോൺ ആണെങ്കിൽ 25 മൈക്രോസെക്കൻഡ് എടുത്തു. സമയത്തിൻ്റെ വാല്യൂ എത്രയാണ്? 25 മൈക്രോസെക്കൻഡ് എടുത്തു. എത്ര റെവല്യൂഷന്? നമ്പർ ഓഫ് റെവല്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 5. 5 റെവല്യൂഷന് 25 മൈക്രോസെക്കൻഡ് എടുത്തു. അങ്ങനെയെങ്കിൽ ഒരു റെവല്യൂഷൻ ആവശ്യമായ സമയമാണ് ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈക്രോസെക്കൻഡ്. സോ ഒരു റെവല്യൂഷന് 5 മൈക്രോസെക്കൻഡ് എടുത്തു. സോ ടൈം പീരീഡ് ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട്. ദെൻ ദ പീരിയോഡിക് ടൈം ഫോർ ദ ആൽഫ പാർട്ടിക്കിൾ വുഡ് ബി. അങ്ങനെയെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? നമുക്കറിയാം ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്? ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ QB ആണ്. ഇവിടെയാണെങ്കിൽ 2π രണ്ടു പേർക്കും ഒരുപോലെയാണ്, ബിയും ഒരുപോലെയാണ്. പിന്നെ എന്താണ് വ്യത്യാസപ്പെടുന്നത്? ചാർജ് ബൈ മാസ് റേഷ്യോ അല്ലെങ്കിൽ മാസ് ഡിവൈഡ് ബൈ ചാർജ് റേഷ്യോ ആണ് വ്യത്യാസം. നമുക്കറിയാം പ്രോട്ടോൺ ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ് E ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2E ആയിരിക്കും. പ്രോട്ടോണിൻ്റെ മാസ് M ആണെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് 4m ആയിരിക്കും. സോ ഇവിടെ ചാർജ് ബൈ മാസ് റേഷ്യോ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാം. ടൈം പീരീഡ് ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ QB വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈക്രോസെക്കൻഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. സോ 2π, എമ്മിന് പകരം പറയണം 4m. സോ 4m ഡിവൈഡ് ബൈ ചാർജ് എത്രയാണ്? 2E. സോ 2E അല്ലെങ്കിൽ 2Q. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ എഴുതി. സോ ഞാൻ 2ഉം 4ഉം ക്യാൻസലായി 2 കിട്ടി. അതായത് 2 × 2πm ഡിവൈഡ് ബൈ QB എന്ന് എഴുതാം.
സോ ടൈം പീരീഡ് ഓഫ് ഇതെന്താണ് ടൈം പീരീഡ് ഓഫ് പ്രോട്ടോൺ ആണ്. സോ 2 ഇൻറ്റു ടൈം പീരീഡ് ഓഫ് പ്രോട്ടോൺ ആണ് ടൈം പീരീഡ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 മൈക്രോ സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 10 മൈക്രോ സെക്കൻഡ് ആണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ്. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. പല രീതിയിൽ ആൻസർ ചെയ്യാം. ഞാൻ ചെയ്ത മെത്തേഡ് ഇതാണ്. സോ ഇതാണ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ് എ പ്രോട്ടോൺ ഓഫ് മാസ് എം ആൻഡ് ചാർജ് പ്ലസ് ഇ ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എനർജി 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്. ഈ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? എം ആണ്. അതിൻ്റെ ചാർജാണ് ഇ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോൺ ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? സർക്കുലർ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുകയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. എത്രയാണ്? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. സോ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഈ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി. സോ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 10⁻⁶ ആണ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് ജൂളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ആണ്. സോ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ആണ്. പക്ഷേ ഞാനിവിടെ കൺവേർട്ട് ചെയ്യുന്നില്ല, കാരണം ഓപ്ഷനിൽ കിടക്കുന്നത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം. വാട്ട് ഷുഡ് ബി ദ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 ടൈംസ് ആണ്. അതുപോലെ ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അപേക്ഷിച്ച് 2 ടൈംസ് ആണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ റിവോൾവ് ഇൻ സെയിം പാത്ത് ഓഫ് സെയിം റേഡിയസ്. സോ ആൽഫ പാർട്ടിക്കിളിനും ആഗ്രഹം എന്താണ്? ഒരേ റേഡിയസിൽ കറങ്ങാനാണ്. സോ ആൽഫ പാർട്ടിക്കിളിൻ്റെയും പ്രോട്ടോണിൻ്റെയും റേഡിയസ് സെയിം ആണ് എങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? വാട്ട് വുഡ് ബി ദ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ? സോ റേഡിയസ് എന്ന് പറയുന്നത് 2 പേർക്കും ഈക്വൽ ആണ്. നമുക്കറിയാം റേഡിയസിൻ്റെ വാല്യൂ എത്രയാണ്? റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ QB ആണ്. നമുക്കിതിന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഞാൻ എല്ലാത്തിനും സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. സോ r² വിച്ച് ഈസ് ഈക്വൽ ടു 2m കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ Q² B². നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. സോ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു r² Q² B² ഡിവൈഡ് ബൈ ഈ 2m താഴെ വരും. സോ 2m താഴെ വരുമ്പോൾ ഇൻറ്റു 2m. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? നമ്മളിവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം റേഡിയസ് 2 പേർക്കും ഒരുപോലെയാണ്, ബി 2 പേർക്കും ഒരുപോലെയാണ്, 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ കൈനറ്റിക് എനർജി ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഈക്വൽ ആണ് എങ്കിൽ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു Q² ഡിവൈഡ് ബൈ m ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എത്ര കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ഓഫ് പ്രോട്ടോണിൻ്റെ സ്ക്വയർ എടുക്കണം. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ Q ആണ് എങ്കിൽ സോ Q² ഡിവൈഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ m എടുത്തു കഴിഞ്ഞാൽ m. ഇനി ഹോൾ ഡിവൈഡ് ബൈ അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫയുടെ ചാർജ് എത്രയാണ്? ആൽഫയുടെ ചാർജ് 2Q ആണ്. സോ 2Q² ഡിവൈഡ് ബൈ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 4m ആണ്. സോ നമുക്ക് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാം. കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു Q² ഡിവൈഡ് ബൈ m ഇൻറ്റു 4m ഡിവൈഡ് ബൈ 4Q². സോ ക്യാൻസൽ ചെയ്യും. Q² ക്യാൻസലായി, 4ഉം 4ഉം ക്യാൻസലായി, m ക്യാൻസലായി. നമുക്ക് കിട്ടി 1:1. സോ 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആർക്ക് ഈക്വൽ ആണ്? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ആണ്. സോ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇഫ് ദ റേഡിയസ് ഈസ് സെയിം. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റായി കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ് എ ഡ്യൂട്രോൺ ഓഫ് കൈനറ്റിക് എനർജി 50 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഡിസ്ക്രൈബിംഗ് എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് 0.5 മീറ്റർ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ബി. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഡ്യൂട്രോൺ ഉണ്ട്. ഡ്യൂട്രോൺ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെയൊരു സർക്കുലർ മോഷൻ കാണിക്കുകയാണ്. ഈ ഡ്യൂട്രോണിൻ്റെ ആണെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു 50 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി അതിൻ്റെ റേഡിയസ് ഉണ്ട്. റേഡിയസ് ആണ് 0.5 മീറ്റർ. ഇനി ദ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ
that describe circular orbit of radius 0.5 meter in the same plane with the same magnetic field is. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്. സോ ഇത് ഡ്യൂട്രോൺ ആയിരുന്നു, ഇനി ഒരു പ്രോട്ടോൺ ഉണ്ട്. ഈ പ്രോട്ടോണും യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കുകയാണ് മാഗ്നറ്റിക് ഫീൽഡ്. സെയിം മാഗ്നറ്റിക് ഫീൽഡാണ് രണ്ടുപേർക്കും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഡിയസും 0.5 മീറ്റർ തന്നെ ആകണമെങ്കിൽ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ആരുടെ? നമ്മളുടെ ഡ്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഡ്യൂട്രോണിൻ്റെ റേഡിയസ് ഉണ്ട്. സെയിം റേഡിയസിൽ പ്രോട്ടോൺ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെന്ന് നമുക്കറിയാം. R which is equal to root of 2m കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ QB ആണ്. ഇതിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യണം. സോ എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യാം. എല്ലാത്തിനെയും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും R സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2m കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ Q സ്ക്വയർ B സ്ക്വയർ. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു R സ്ക്വയർ Q സ്ക്വയർ B സ്ക്വയർ ഡിവൈഡ് ബൈ 2m. നോക്ക്, ഇവിടെ റേഡിയസ് രണ്ടുപേർക്കും സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് രണ്ടുപേർക്കും സെയിം ആണ്. 2 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു Q സ്ക്വയർ ഡിവൈഡ് ബൈ m. സോ ചാർജ് ബൈ മാസ് റേഷ്യോ ഇവിടെ നമ്മൾ എടുക്കണം. നമുക്കറിയാം ഇവിടെ ഡ്യൂട്രോൺ ആണ്. ഡ്യൂട്രോണിൻ്റെ ആണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് E ആണ് എങ്കിൽ മാസ് 2m ആണ്. പ്രോട്ടോണിൻ്റെ ആണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് E ആണെങ്കിൽ മാസ് m ആണ്. സോ ഞാൻ പറയുകയാണ് കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ചാർജ് എടുക്കാം E സ്ക്വയർ ഡിവൈഡ് ബൈ പ്രോട്ടോൺ ആണെങ്കിൽ m മാത്രം എടുത്താൽ മതി, ഡിവൈഡ് ബൈ ഡ്യൂട്രോൺ എടുക്കുമ്പോൾ E സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് എടുക്കേണ്ടി വരും. കാര്യം ഡ്യൂട്രോണിൻ്റെ മാസ് 2m ആണ്. ഇനി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. E സ്ക്വയർ ഡിവൈഡ് ബൈ m ഇൻറ്റു 2m ഡിവൈഡ് ബൈ E സ്ക്വയർ. സോ E സ്ക്വയറും E സ്ക്വയറും ക്യാൻസലായി, m ക്യാൻസലായി. സോ നമുക്ക് കിട്ടി കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ. തന്നിട്ടുണ്ട് കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ എത്രയാണത്? അത് 50 ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഡ്യൂട്രോൺ 50 കിലോ ഇലക്ട്രോൺ വോൾട്ട്. സോ ആൻസർ 100 കിലോ ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ആൻസർ കിട്ടി. D ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ് 2 ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഹാവിങ് സെയിം മാസ് m. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ട്. രണ്ടിൻ്റെയും മാസ് m തന്നെയാണ്. ആൻഡ് ചാർജസ് പ്ലസ് Q ആൻഡ് മൈനസ് Q. സോ ഇതിൻ്റെ ചാർജ് പ്ലസ് Q ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് മൈനസ് Q ആണ്. സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് D. ഈ രണ്ട് ചാർജും തമ്മിലുള്ള അകലം എത്രയാണ്? D ആണ്. enters in a uniform magnetic field directed perpendicular to the paper inwards. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. വിത്ത് സ്പീഡ്സ് V1 ആൻഡ് V2. ഫസ്റ്റ് പാർട്ടിക്കുള്ള വെലോസിറ്റി V1 ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കുള്ള വെലോസിറ്റി V2 ആണ്. നോക്ക്, ഇവിടെ ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കയറുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ചാർജിന് യൂണിഫോം സർക്കുലർ മോഷൻ സംഭവിക്കും. നോക്ക്, ഞാൻ ഫസ്റ്റ് ചാർജിനെ എടുത്തു. ഇതാണ് ഫസ്റ്റ് ചാർജ്. ഈ ചാർജിലേക്ക് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, V1 ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് എങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ ഇൻ ടു ദ പ്ലെയിൻ ആണ് എങ്കിൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഫോഴ്സ് മുകളിലേക്കാണ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. സോ മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും, ഡിഫ്ലക്ഷൻ അതുകൊണ്ട് വെലോസിറ്റി ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. സോ ചാർജ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ശരിയാണോ? ഞാൻ പറയുകയാണ് ഈ ചാർജ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ ചാർജിൻ്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? അത് 2R ആണ്. സോ 2R1 ആണ് ഇതിൻ്റെ ഡയമീറ്റർ. ഫസ്റ്റ് കിടന്ന് കറങ്ങുന്ന ചാർജിൻ്റെ ഡയമീറ്റർ ആണ് 2R1. ഇനി ഞാൻ സെക്കൻഡ് ചാർജ് എടുക്കാൻ പോവുകയാണ്. സെക്കൻഡ് ചാർജാണ് പ്ലസ് ചാർജ്. അതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് എങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നോക്കാം. സോ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഈ ചാർജ് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചാർജ് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R2 ആണ്. സോ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് 2R2 ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? രണ്ട് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് D എന്ന് പറയുന്നത്.
സോ ഡീൻ്റെ വാല്യൂ വലുതായിരിക്കണം ആരേക്കാളും ഇതിന് ഡയമീറ്റർ പ്ലസ് ഇതിന് ഡയമീറ്ററിനേക്കാളും വലുതാണ് ഡീൻ്റെ വാല്യൂ എങ്കിൽ മാത്രമേ ഇത് കൊളൈഡ് ചെയ്യാതിരിക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ എന്താണ്? ഇത് പാർട്ടിക്കിൾ വിൽ നോട്ട് കൊളൈഡ് ഇഫ് ഈ പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഡയമീറ്റർ ഈ റേഡിയസ് ഈ ഒരു ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് വലുതായിരിക്കണം ആരേക്കാളും ഇതിന് ഡയമീറ്റർ ആണ് 2r1 പ്ലസ് ഇതിന് ഡയമീറ്റർ അതാണ് 2r2. സോ ഇതിനേക്കാളും വലുതായിരിക്കണം ഡീൻ്റെ വാല്യൂ. നമുക്കറിയാം R1ൻ്റെ വാല്യൂ എത്രയാണ്? R1 വിച്ച് ഈസ് ഈക്വൽ ടു mv/qb ആണ്. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസ് ഐഡൻറ്റിക്കലാണ്, രണ്ടുപേർക്കും ഒരുപോലെയാണ്, ചാർജും ഐഡൻറ്റിക്കലാണ്, ഒന്ന് പ്ലസും മൈനസും ആണ്, v ഒരുപോലെയാണ്. പക്ഷേ വെലോസിറ്റി ഒരുപോലെയല്ല. R1ൻ്റെ വെലോസിറ്റിയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ് v1, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ് v2. സോ R2 വിച്ച് ഈസ് ഈക്വൽ ടു mv2/qb. സോ വിച്ച് ഈസ് ഈക്വൽ ടു d. നമുക്ക് 2നെ പുറത്തെടുക്കാം. 2 ഇൻറ്റു R1 പ്ലസ് R2. d വലുതാണ്. 2 ഇൻറ്റു R1 പകരം പറയാം mv1/qb പ്ലസ് R2 പകരം പറയാം mv2/qb. ഇനി നമുക്ക് ആരെ കോമൺ എടുക്കാം? നമുക്ക് ഈ കോമൺ ഉള്ള ആൾക്കാരെ m2 qb വേക്ക് പുറത്തെടുക്കാം. സോ d വലുതാണ്. 2 ഇൻറ്റു ആരൊക്കെ പുറത്തെടുത്തു? v1 പ്ലസ് v2 ഇവിടെ എഴുതി പുറത്തെടുത്തു. mqb എന്നിവ പുറത്തെടുത്തു. സോ നമുക്ക് കിട്ടി d വലുതാണ്. 2 ഇൻറ്റു mqb v1 പ്ലസ് v2. ഈ കണ്ടീഷനാണ് എങ്കിൽ എന്തായിരിക്കും? ഇവിടെ കൊളിഷൻ സംഭവിക്കുകയില്ല. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നിന്നുള്ള 10 ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്തത്. ഈ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ്, ഈ ലെവൽ 1 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കോൺസെപ്റ്റിനെ തീർച്ചയായിട്ടും സ്ട്രോങ് ആക്കും. ഇത് ലെവൽ 1 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലെവൽ 2 DPP ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും നമ്മുടെ കോൺസെപ്റ്റ് കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. സോ ഈ DPP സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത DPP സെഷനിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.